ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇന്ന് സ്നേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം. നമ്മുടെ സുഖത്തിലും സന്തോഷത്തിലും നമ്മുടെ സമ്പൽ സമൃദ്ധിയിലും കൂടെ നിന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ കാണാം. ഒരുപക്ഷെ നമ്മൾക്ക് ഒരു സമയത്ത് ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ തക്കതായ ഒരു കാരണം കൊണ്ട് നമ്മൾ മാനസികമായി തകർന്നടഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ എത്ര പേരുണ്ടാകും? നമുക്കതൊന്ന് നോക്കാമല്ലേ. സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ വേദനയിലും ഒക്കെ അവരും പങ്കുചേരും. പെട്ടെന്നുണ്ടാകുന്നൊരു വികാരം കൊണ്ടുണ്ടാകുന്ന സ്നേഹം, അതല്ലെങ്കിൽ കാര്യം കാണാനുണ്ടാകുന്ന സ്നേഹം, ഇതൊന്നും യഥാർത്ഥ സ്നേഹമല്ല. നമ്മളുടെ വിഷമത്തിലും സങ്കടത്തിലും കൂടെ ചേർന്ന് നിൽക്കുന്നവർ ആരാണോ അവരാണ് യഥാർത്ഥ സ്നേഹിതൻ. തീർച്ചയായിട്ടും നമുക്ക് സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്നും നമ്മൾക്ക് തീർച്ചയായിട്ടും അത് അങ്ങോട്ട് തിരിച്ചു നൽകാനും എല്ലാവർക്കും ശ്രമിക്കാം. ദൈവം സ്നേഹം തന്നെയാകുന്ന നല്ല ദൈവം നമ്മൾക്ക് അതാണ് നൽകുന്ന നല്ല പാഠം. അതുകൊണ്ട് തീർച്ചയായിട്ടും അനുകമ്പ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു മനസ്സും കൂടി വേണം. അന്യരുടെ ദുഃഖത്തിൽ നമ്മൾക്ക് സഹതപിക്കാം, പക്ഷെ അവരുടെ ദുഃഖത്തിൽ ചേർന്ന് അവരോടൊപ്പം പ്രവർത്തിക്കാനായിട്ടും കൂടിയുള്ള നല്ല മനസ്സുണ്ടാകണം. ഒരിക്കലും സിമ്പതി മാത്രമാകരുത് മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. എമ്പതിയും കൂടിയും വേണം. കരുണ, ദയ, സഹതാപത്തിൻ്റെ കൂടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ യഥാർത്ഥ സ്നേഹമായി. സ്വർണത്തിന് സുഗന്ധം പോലെയാണ് യഥാർത്ഥ സ്നേഹിതൻ. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.